അശ്വതി ഭവനിന്റെ സക്സസ് സെലിബ്രേഷനിൽ അങ്ങനെ എത്തി നിൽക്കുകയാണ്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാനിതിന്റെ വളരെ ഇനീഷ്യൽ സ്റ്റേജ് മുതലുള്ള ഓരോരോ ഒക്കേഷനിലും ലോഞ്ച് ഇവന്റ്, അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ഇവന്റ്, അത് കഴിഞ്ഞ് ഷൂട്ട്, അത് കഴിഞ്ഞ് സക്സസ് സെലിബ്രേഷനിലൊക്കെ വന്നതിന്റെ ഭാഗമാവാൻ പറ്റിയെന്നുള്ളതിലൊരു ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിതിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും എന്റെ സ്വന്തം സിനിമ എന്നുള്ളൊരു ഫീലുള്ളൊരു സിനിമ കൂടിയാണ്. കാരണം ഇതിൽ എത്രത്തോളം ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഗോപികളുള്ളതുകൊണ്ട് മാത്രമല്ല, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഉള്ളൊരു സിനിമയാണ്. എനിക്ക് വളരെ രസകരമായ ഒരു യാത്രയായിട്ട് തോന്നി. കാരണം ആദ്യത്തെ ദിവസം സിനിമ ഇറങ്ങിയപ്പോയിട്ട് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പല പല അഭിപ്രായങ്ങൾ ഒരേ സമയത്ത് വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് കണ്ട ഫാമിലിയൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ഓൺലൈനിൽ കുറെ ആളുകൾ അവർക്ക് വർക്കായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്താണ്, ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കുറെ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിരുന്നില്ല, കുറെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ഇടയിൽ അതൊന്നുമല്ലാതെ ഈ സിനിമയെ ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെ പല 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 ചാലഞ്ചസിലൂടെ പോയിട്ട് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 1 ഇറങ്ങി ഇപ്പൊ കഴിഞ്ഞ 10 ദിവസം എല്ലാ നൈറ്റ് ഷോകളും ഹൗസ്ഫുൾ ആയി എന്നുള്ളൊരു ഗംഭീര നാഴികക്കല്ലിലേക്ക് വന്ന് ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു നെഗറ്റീവ് റിവ്യൂ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ കാണുന്നവരാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് മാറി നടക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. സോഷ്യൽ മീഡിയയുടെ അഭിപ്രായങ്ങൾ ഒരുപാട് നമ്മൾ എടുക്കുന്നവരാണ്. അതിന്റെ മേലെ അതിന്റെ ജെന്യുവനായിട്ട് ഫാമിലികൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു മെസ്സേജ് ഈ ടീമിന് എത്തിക്കാൻ സാധിച്ചത് ഇവര് സിനിമയിൽ പണിയെടുത്തതിനേക്കാൾ കൂടുതൽ സിനിമ ഇറങ്ങി ഓരോ തിയേറ്ററിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കണ്ണൂർ, കാസർഗോഡ് പോലെയുള്ള സ്ഥലം ഒരു അറ്റത്ത് വേറെ അറ്റം വരെ ഇത് കണ്ട പ്രേക്ഷകരെ നേരിട്ട് പോയി കണ്ടു. ആ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോഴാണ് അത്രയധികം ഫാമിലീസ് എത്തിയത്. അത്രയും കമ്മിറ്റ്മെന്റ് ഒക്കെ ഈ കാലത്ത് സിനിമയോട് ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊരു ഗംഭീര കയ്യടി പറയാതിരിക്കാൻ വയ്യ. പേഴ്സണലി എനിക്കറിയാം, എന്റെ വീട്ടിൽ ഇതിലൊരു മെമ്പർ ഉണ്ട് എന്നുള്ളത്. കുറച്ചു കാലമായിട്ട് ഞാൻ അവരെ എപ്പോഴെങ്കിലൊക്കെയാണ് കാണുന്നത്. ഗോപിക ഒന്നെങ്കിൽ ഒരു പുലർച്ചെ 3 മണി 4 മണി നൈറ്റ് ഷോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കുമ്പോഴാണ് ഗോപിക വീട്ടിലെത്തുക. ആ രീതിയിലാണ് ഇവരെല്ലാവരും യാത്ര ചെയ്ത് അത്രയധികം ഈ കാണുന്ന എല്ലാ ടീമും കഴിഞ്ഞ 10 ദിവസമായി ഒറ്റക്കെട്ടായിട്ട് യാത്ര ചെയ്യാണ്. അർജുന് ഷൂട്ട് ഉള്ളതുകൊണ്ട് അർജുൻ രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി 12 മണിയുടെ ഷോയിൽ വരും. എന്നിട്ട് 4 മണിക്ക് അദ്ദേഹം പോയിട്ട് ഷൂട്ട് ചെയ്യും. അങ്ങനെ എല്ലാവരും ഒരേ കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്ത ഒരു സിനിമയാണ്. ദിസ് മൂവി ഡിസേർവ്സ് എ ലോട്ട് ഓഫ് സക്സസ്. വളരെ ജെന്യുവൻ ആയിട്ട് മനസ്സിൽ തട്ടി കുറെ അമ്മമാരെ, കുറെ കുട്ടികൾ ഇവരുടെ അടുത്ത് മനസ്സ് തുറന്ന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഇവർക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവരൊക്കെ ചെയ്തതിന്റെ ഏറ്റവും വലിയ ഹാർഡ് വർക്ക്. ഇതൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, കുറെ ആളുകൾക്ക് ജെന്യുവനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമയാണ്. പക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് എത്താതെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അൺഫെയർ ആയനെ. അത് അങ്ങനെ എത്താതെ പോയിരുന്നെങ്കിൽ അത് ഈ സിനിമയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് ആയനെ. പക്ഷെ അങ്ങനെ പോവാതെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് അത് എത്തിക്കുമ്പോൾ ഉറപ്പുവരുത്തുന്ന ഒരു പ്രൊഡ്യൂസർ, ഒരു ഡയറക്ടർ, ഒരു റൈറ്റർ കം ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള നെടുന്തൂണായി നിൽക്കുന്ന ഒരു ടീമും അവരോടൊപ്പം നിൽക്കുന്ന ഒരു കാസ്റ്റും ക്രൂവും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഭാഗ്യം. സോ ഈ ഗ്രാൻഡ് സക്സസ് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. കൺഗ്രാറ്റ്സ് ടു ദ എൻടയർ ടീം. അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ വിജയയാത്ര പറയുകയാണ്. ഇതിന്റെ ഒരു തുടക്കം കുറിക്കാൻ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയതിൽ സന്തോഷം. സോ ഫസ്റ്റ് ഓഫ് ഓൾ